നമസ്കാരം. ഏവർക്കും ഹൈപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമ്മുടെ ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ്. മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് ഇത് നമ്മൾ പല ആളുകളും പല മേഖലകളും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലർക്കെങ്കിലും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് സംഗതി? എത്ര വായിച്ചാലും മനസ്സിൽ നിൽക്കാത്ത ഒരു മേഖലയാണ് MHC അല്ലെങ്കിൽ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ്. നമുക്കത് ഇന്ന് ക്ലിയർ ചെയ്യാം. എന്താണ് MHC, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഫ്രണ്ട്സ്, MHC എന്ന് പറഞ്ഞാൽ ഇത് ഒരു സെറ്റ് ഓഫ് ലിങ്ക്ഡ് ജീനുകളുടെ പേരാണ് MHC. അപ്പൊ MHC എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അറേ ഓഫ് ജീൻസ്, അതിനെയാണ് നമ്മൾ MHC എന്ന് വിളിക്കുന്നത്. അതായത് എ സെറ്റ് ഓഫ് ലിങ്ക്ഡ് ജീൻസ്, ജീനുകളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലിങ്ക്ഡ് ജീൻസ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലിങ്ക്ഡ് ജീൻസ്. അതായത് ജീൻസ് എന്ന് പറയുന്ന, ജീൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് അല്ലെ, ഈ ജീൻസ് എന്ന് പറയുന്നതിന്റെ പല പല സെറ്റുകളായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ MHC എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതയുണ്ട്, ദേ ആർ ലിങ്ക്ഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിങ്ങൾ ഒരിക്കലും മറന്നുകൂടാത്ത ഒരു കാര്യമാണ്. ദേ ആർ ലിങ്ക്ഡ്. സുഹൃത്തുക്കളെ, എന്താണ് ഈ ലിങ്ക്ഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം? എന്താണ്? ജീനുകൾ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അത് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അതായത് ജീനുകൾ അടുത്തടുത്ത പൊസിഷനിൽ കാണുന്നത് കൊണ്ട്, അടുത്തടുത്ത ജീൻ ലോസൈലുകൾ കാണുന്നത് കൊണ്ട് അവര് ഇൻഹെർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടക്കുമ്പോഴൊക്കെ അവർ ഒന്നിച്ചാണ് അപ്പുറത്തോട്ടൊക്കെ പോകുന്നത്. അതൊരിക്കലും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ജീനുകളെയാണ് നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലിങ്കേജ് കാഴ്ചവെക്കുന്ന സെറ്റ് ഓഫ് ജീനുകളെയാണ് നമ്മൾ MHC എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് MHC എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ വെർട്ടിബ്രേറ്റ്സിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ്. എല്ലാ വെർട്ടിബ്രേറ്റ്സിലും കാണുന്ന ഒരു ജീൻ സെറ്റാണ് നമ്മുടെ MHC എന്ന് വിളിക്കുന്നത്. പക്ഷെ ഹ്യൂമൻസിന്റെ കേസിൽ ഈ MHCയെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഫ്രണ്ട്സ്? ഹ്യൂമൻസിന്റെ കേസിൽ ഈ MHCയെ വിളിക്കുന്നത് HLA എന്നാണ്. HLA, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ. ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ എന്നാണ് വിളിക്കുന്നത്. HLA. നിങ്ങൾ HLA ടൈപ്പിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. HLA എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ. സുഹൃത്തുക്കളെ, MHCയും HLAയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? HLA ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് MHC. അതായത് ഹ്യൂമൻസിന്റെ കേസിലെ നമ്മുടെ MHCയെ വിളിക്കുന്ന പേരാണ് HLA, ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ. ഓക്കെ, അപ്പോ ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. MHC എന്ന് പറയുന്നത് എല്ലാ വെർട്ടിബ്രേറ്റ്സിലുമുള്ള ആ ഒരു സെറ്റ് ഓഫ് ജീൻസ് ആണ്. ഹ്യൂമൻസിന്റെ കേസിൽ MHCയെ നമ്മൾ വിളിക്കുന്നത് ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആന്റിജൻ അല്ലെങ്കിൽ HLA. ക്ലിയർ ആയല്ലോ ഫ്രണ്ട്സ്? ഇനി പൊതുവെ നമ്മുടെ MHCയുടെ ഒരു പ്രത്യേകത എന്തിനാണ്? ഈ ജീനുകൾ, ഈ പ്രത്യേക തരത്തിലുള്ള ജീനുകൾക്ക് എന്താണ് യൂസ്? MHCയുടെ ഒരു പ്രധാനപ്പെട്ട യൂസ് ആണ് ആന്റിജൻ പ്രസന്റേഷൻ. സുഹൃത്തുക്കളെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. MHCയുടെ ഒരു പ്രധാനപ്പെട്ട യൂസ് ആണ് ആന്റിജൻ പ്രസന്റേഷൻ. ആന്റിജൻ പ്രസന്റേഷൻ. ഇത് മാത്രമല്ല, വേറെ യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. ആന്റിജൻ പ്രസന്റേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാറ്റഗറി ഓഫ് പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ആണല്ലോ ആക്കുന്നത്. അപ്പൊ MHCയുടെ നിന്നും കിട്ടുന്ന പ്രോട്ടീനുകളുടെ യൂസ് എന്താണ്? ഫോർ ആന്റിജൻ പ്രസന്റേഷൻ. സുഹൃത്തുക്കളെ, എന്താണ് ആന്റിജൻ പ്രസന്റേഷൻ? നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളുടെ അകത്തോട്ട് ഈ പറയുന്ന ആന്റിജൻസ് ഒക്കെ കടന്നു വരുമ്പോൾ ഇത് നമ്മുടെ T സെല്ലിനും മറ്റുമൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? B സെല്ലാണെങ്കിൽ കുഴപ്പമില്ല, ആന്റിബോഡി വന്ന് ആന്റിജനുമായിട്ട് അറ്റാച്ച് ചെയ്ത് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കോളും. പക്ഷേ T സെല്ല് എന്ന് പറയുന്ന വിഭാഗത്തിന് ഈ ആന്റിജൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ കാഴ്ചവെക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. എന്നാലേ T സെല്ലിന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ദേണ്ട പോകുന്ന ഒരു ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാകത്തില്ല. ആന്റിജനെ പിടിച്ചെടുത്ത് ഇന്ന T സെല്ലെ ആന്റിജനെ എന്തേ നോക്കിക്കോളൂ എന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ചില പ്രോട്ടീനുകളാണ് നമ്മുടെ MHCയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോ MHCയുടെ പ്രധാനപ്പെട്ട യൂസ് എന്താണ്? ആന്റിജൻ പ്രസന്റേഷൻ ടു T സെൽസ്. T സെല്ലുകൾക്കുള്ള ആന്റിജൻ പ്രസന്റേഷൻ ആണ്
MHCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അത് ഓർത്തോണേ സുഹൃത്തുക്കളെ. നമ്മുടെ MHCക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവര് വളരെ ഡൈവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക് പോളിമോർഫിസം ഒരുപാട് കാഴ്ചവെക്കുന്നു. സുഹൃത്തുക്കളെ, എന്താണ് ജനറ്റിക് പോളിമോർഫിസം? ജനറ്റിക് പോളിമോർഫിസം ഇവർ അമിതമായി കാഴ്ചവെക്കുന്നു. ജനറ്റിക് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ നമുക്കിപ്പോ അറിയാലോ, സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ജീനിന്റെ 2 ഫോമുകളാണ് നമുക്കുള്ളത് അല്ലെ. പൊതുവെ ഒരു ജീനിന് 2 അലീലുകളാണല്ലോ. അലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ജീൻ. ഇപ്പോ നമ്മുടെ മുടിയുടെ നിറം കറുപ്പും ബ്രൗണും മാത്രമായിരുന്നു എങ്കിൽ നമുക്കതിനെ 2 അലീലുകളായിട്ട് നമുക്ക് പറയാം അല്ലെ. പക്ഷെ നമ്മുടെ MHCയുടെ പ്രത്യേകത ഇതിന് അങ്ങനെ 2 അലീലുകളിൽ ഒതുങ്ങുന്ന ആളല്ല. ഒരാളിൽ 2 അലീലേ ഉള്ളൂ എങ്കിൽ പോലും പല കോമ്പിനേഷനുകളിൽ അലീലുകൾ വരാം. ഒരു ജീനിൽ തന്നെ MHCക്ക് തന്നെ പല തരത്തിലുള്ള അലീലുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജനറ്റിക് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ട് വരും കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ട് വരും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? MHC ഷോസ് ജനറ്റിക് പോളിമോർഫിസം. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോ അത്തരത്തിലുള്ള ഞെട്ടലൊന്നും വേണ്ട. ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ്. MHC എന്ന് പറയുന്ന ജീനുകൾക്ക് പല അലീലുകളുണ്ട്, 2ൽ കൂടുതൽ അലീലുകളുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജനറ്റിക് പോളിമോർഫിസം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അലീലുകൾക്ക് ഒരെണ്ണം ഡോമിനന്റും മറ്റൊരെണ്ണം റിസസീവ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരെണ്ണമായിരിക്കുമല്ലോ എന്താണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ MHCയുടെ കേസിൽ 2 എണ്ണവും, അതായത് പെറ്റേണൽ അലീലും മെറ്റേണൽ അലീലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് കോ ഡോമിനന്റ്. അപ്പൊ MHCയിൽ കോ ഡോമിനൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പഠിച്ചു വെച്ചോണം കേട്ടോ. MHCയിൽ കോ ഡോമിനൻസ് കാഴ്ചവെക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് പറ്റിയ പോയിന്റുകളാണ്. MHC എന്ന് പറയുന്നത് കോ ഡോമിനൻസ് കാഴ്ചവെക്കുന്നുണ്ട്. എന്താണ് ഫ്രണ്ട്സ് കോ ഡോമിനൻസ്? നമ്മുടെ പെറ്റേണൽ സൈഡിൽ നിന്നും മെറ്റേണൽ സൈഡിൽ നിന്നും കിട്ടുന്ന അലീലുകൾ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. 2 പേരും ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. 2ഉം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നെങ്കിൽ അത് കോ ഡോമിനൻസ് ആണ്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു they are a set of linked genes അല്ലെ. അതായത് മെറ്റേണൽ സൈഡിൽ നിന്നും പെറ്റേണൽ സൈഡിൽ നിന്നും ഈ ലിങ്ക്ഡ് ജീൻസ് ഒരു യൂണിറ്റ് ആയിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് എത്തുന്നത്. അതായത് പെറ്റേണൽ സൈഡിൽ നിന്നും ഒരു യൂണിറ്റ് ആയിട്ട്, മെറ്റേണൽ സൈഡിൽ നിന്നും ഒരു സെറ്റ് ഓഫ് യൂണിറ്റ് ആയിട്ടാണ് ഈ ലിങ്ക്ഡ് ജീൻസ് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വരുന്നത്. കാരണം അവർ ലിങ്ക്ഡ് ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകുന്നില്ല. അവർ അതേ ആസ് സച്ച് അതേ ഒരു യൂണിറ്റ്, ഒരു ബ്ലോക്ക് ആയിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് എത്തുന്നത്. സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ജീനുകളെ നമ്മൾ വിളിക്കുന്നത് ഹാപ്ലോ ടൈപ്പ് എന്നാണ്. അതിന്റെ പേരോർത്ത് വെച്ചോളാം. ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ജീനുകളെ നമ്മൾ വിളിക്കുന്നത് ഹാപ്ലോ ടൈപ്പ് എന്നാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഹാപ്ലോ ടൈപ്പ്? They are unit or set of genes which are derived from the paternal and the maternal side. അപ്പൊ അതിൽ as a unit എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതായത് സെറ്റ് ഓഫ് ജീൻസ് which are received from the paternal and the maternal side as a single unit. ഒരൊറ്റ യൂണിറ്റ് ആയിട്ട്. എന്തുകൊണ്ടാണ് ഒറ്റ യൂണിറ്റ് ആയിട്ട് കിട്ടുന്നത്? Because they are highly linked genes. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഹാപ്ലോ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ HLE-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ MHC-യുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ബോർഡിൽ. ശ്രദ്ധിച്ചോണം. സെറ്റ് ഓഫ് ലിങ്ക്ഡ് ജീൻസ്, ആന്റിജൻ പ്രസന്റേഷൻ ടു T സെൽസ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ജനറ്റിക് പോളിമോർഫിസം കാഴ്ചവെക്കുന്നു. ഒരു ജീനിൽ തന്നെ പല അലീലുകൾ ഇവർക്കുണ്ട്. കോ ഡോമിനൻസ് ഉണ്ട്. മെറ്റേണൽ സൈഡിൽ നിന്നും പെറ്റേണൽ സൈഡിൽ നിന്നും കിട്ടുന്നതും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് ഹാപ്ലോ ടൈപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നു. കാരണം പെറ്റേണൽ ആൻഡ് മെറ്റേണൽ സൈഡിൽ നിന്നും ഒരു യൂണിറ്റ് ആയിട്ടാണ് ഈ ലിങ്ക്ഡ് ജീനുകളെ നമുക്ക് ലഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. MHCയെ ഹ്യൂമൻസിന്റെ കേസിൽ നമ്മൾ പറയുന്നത് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആന്റിജൻ. സുഹൃത്തുക്കളെ, അടുത്തൊരു ചോദ്യം വരുന്നു. നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. MHC എന്ന് പറയുന്ന സെറ്റ് ഓഫ് ജീൻസ് ഏത് ക്രോമോസോമിലാണ് കാണുന്നത്? MHC എന്ന് പറയുന്ന സെറ്റ് ഓഫ് ജീൻസ് ഏത് ക്രോമോസോമിലാണ് സുഹൃത്തുക്കളെ കാണുന്നത്? ക്രോമോസോം 6ലാണ് കേട്ടോ. ക്രോമോസോം 6ലാണ്. ഫ്രണ്ട്സ്, ഇത് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ക്രോമോസോം 6 6ാമത്തെ ക്രോമോസോമിലാണ് MHC കാണുന്നത്. എവിടെ? ഹ്യൂമൻസിന്റെ കേസിലാണ്. ഇപ്പോ മൗസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ക്രോമോസോം 17ലാണ് കാണുന്നത്. ഹ്യൂമൻസിന്റെ കേസിൽ ഈ HLA എന്ന് പറഞ്ഞാൽ MHC തന്നെ. ഹ്യൂമൻസിന്റെ കേസിൽ MHC അല്ലെങ്കിൽ HLA എവിടെയാണ് കാണുന്നത്? 16th ക്രോമോസോമിലാണ് കാണുന്നത്. അല്ല, സോറി, 6th ക്രോമോസോമിലാണ്. പഠിച്ചോണം, 6 ആണ് കേട്ടോ. 6 ആണ്. 6ാമത്തെ ക്രോമോസോമിലാണ്
ഹ്യൂമൻസിന്റെ കേസിൽ MHC കാണുന്നത്. ഹ്യൂമൻസിന്റെ MHC നമ്മൾ വിളിക്കുന്നത് HLA എന്നാണ്. പഠിച്ചു വെച്ചോളാം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ? അപ്പോ ഈ കാണുന്ന MHC മോളിക്യൂൾസിനെ നമുക്ക് ഇനി ഒന്ന് ഡിവൈഡ് ചെയ്താലോ? ഈ കാണുന്ന MHC മോളിക്യൂൾസിനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? ഇതിനെ 3 ക്ലാസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. MHC മോളിക്യൂൾസിനെ ഞാൻ 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ഒന്ന് ക്ലാസ് 1 MHC, ഒന്ന് ക്ലാസ് 1 MHC, രണ്ട് ക്ലാസ് 2 MHC, ക്ലാസ് 2 MHC, 3 ക്ലാസ് 3 MHC. അപ്പോ ഈ MHC മോളിക്യൂൾസിനെ ഞാൻ 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്ലാസ് 1 MHC, 2 ക്ലാസ് 2 MHC, 3 ക്ലാസ് 3 MHC. എന്താണ് സുഹൃത്തുക്കളെ ക്ലാസ് 1ഉം 2ഉം 3ഉം? സിമ്പിൾ ആണ്, എഴുതുന്നത് ഒരു പാടുമില്ലാത്ത മേഖലയാണ്. സുഹൃത്തുക്കളെ ഞാൻ ആദ്യം ക്ലാസ് 3യിൽ നിന്ന് തന്നെ തുടങ്ങാം. ക്ലാസ് 1ഉം ക്ലാസ് 2ഉം പ്രധാനമായിട്ടും ആന്റിജൻ പ്രസന്റേഷൻ ഫംഗ്ഷൻ ഉള്ള ആളുകളാണ്. അതേസമയം ക്ലാസ് 3ക്ക് അത്തരത്തിലുള്ള ആന്റിജൻ പ്രസന്റേഷൻ കഴിവൊന്നുമില്ല. ക്ലാസ് 3 പൊതുവെ ചെയ്യുന്നത് ചില സെക്രീറ്ററി പ്രോട്ടീനുകളെ കോഡ് ചെയ്യുന്നവരാണ് ക്ലാസ് 3 MHC. ഞാൻ പറഞ്ഞു എല്ലാ MHC മോളിക്യൂൾസും ആന്റിജൻ പ്രസന്റേഷൻ ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ക്ലാസ് 3. അതായത് ചില സെക്രീറ്ററി പ്രോട്ടീൻസ് ആണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില സെക്രീറ്ററി പ്രോട്ടീൻസ്, ചില ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്, HSP എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രോട്ടീനുകളെയാണ് ആര് നിർമ്മിക്കുന്നത്? നമ്മുടെ ക്ലാസ് 3 MHC നിർമ്മിക്കുന്നത്. ക്ലാസ് 3 MHC ഒന്നും അധികം ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്ലാസ് 1ഉം 2ഉമാണ് ഫ്രണ്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലാസ് 1ഉം 2ഉം നമുക്ക് നോക്കിയാലോ. ക്ലാസ് 1ഉം 2ന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ വ്യത്യാസം നിങ്ങൾ ഓർത്തോണേ സുഹൃത്തെ. ക്ലാസ് 1 MHC എന്ന് പറഞ്ഞാൽ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം ആന്റിജൻ പ്രസന്റേഷൻ ഫംഗ്ഷൻ ഉള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആന്റിജൻ പ്രസന്റേഷൻ ഫംഗ്ഷൻ ഇല്ലാത്ത ആളുകളുമുണ്ട് ഇവരുടെ ഇടയിൽ. അതിന്റെ ബേസിസിൽ ഞാൻ 2 വാക്കുകൾ ഇവിടെ എഴുതുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ക്ലാസിക്കൽ MHCയും നോൺ ക്ലാസിക്കൽ MHC. ക്ലാസിക്കൽ MHCയും നോൺ ക്ലാസിക്കൽ MHCയും. സുഹൃത്തുക്കളെ ക്ലാസിക്കൽ MHC എന്ന് പറഞ്ഞാൽ ആന്റിജൻ പ്രസന്റേഷൻ കഴിവുള്ളവരെയാണ് നമ്മൾ ക്ലാസിക്കൽ MHC എന്ന് വിളിക്കുന്നത്. ആന്റിജൻ പ്രസന്റേഷൻ കഴിവുള്ളവരെയാണ് ക്ലാസിക്കൽ MHC എന്ന് വിളിക്കുന്നത്. അതേസമയം ആന്റിജൻ പ്രസന്റേഷൻ ചെയ്യാത്ത ആളുകളെ, മറ്റേതെങ്കിലും ഫംഗ്ഷനിൽ പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ നോൺ ക്ലാസിക്കൽ MHC എന്ന് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം ക്ലാസ് 1ലും ക്ലാസ് 2ലും ഈ ക്ലാസിക്കൽ MHC എന്ന് പറയുന്ന കാറ്റഗറിക്കാരുണ്ട്. അവരാണ് അവിടെ ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നത്. ക്ലാസ് 1ലും ക്ലാസ് 2ലും നോൺ ക്ലാസിക്കൽ MHC കാറ്റഗറിക്കാരുണ്ട്. അവര് ചിലപ്പോൾ ആന്റിജനെ പ്രസന്റ് ചെയ്ത് വരില്ല. ഇത് 1ന്റെ 2ന്റെ കേസിൽ മാത്രമാണ് ഈ 2 വാക്കുകൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ക്ലാസ് 3യുടെ കേസിൽ നമ്മൾ ക്ലാസിക്കൽ നോൺ ക്ലാസിക്കൽ ഉപയോഗിക്കാറില്ല. സുഹൃത്തുക്കളെ ക്ലിയർ ആയോ? 3 ആയിട്ട് ഞാൻ നമ്മുടെ MHC ഡിവൈഡ് ചെയ്തു. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 അല്ലെ? ഇനി ഈ ക്ലാസ് 1നെയും 2നെയും നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ക്ലാസിക്കൽ നോൺ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാക്കാം. എന്ന് പറഞ്ഞാൽ 1 ഒരെണ്ണം 2 ഒരെണ്ണം അങ്ങനെയല്ല. ക്ലാസ് 1ന്റെ അകത്ത് തന്നെ ക്ലാസിക്കലും നോൺ ക്ലാസിക്കലും ഉണ്ട്. ക്ലാസ് 2ന്റെ അകത്ത് തന്നെ ക്ലാസിക്കലും നോൺ ക്ലാസിക്കലും ഉണ്ട്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ആന്റിജൻ പ്രസന്റിംഗ്. AP എന്ന് ഞാൻ ഇടുകയാണ്. ആന്റിജൻ പ്രസന്റേഷന് കഴിവുള്ള MHC ആണ് ക്ലാസിക്കൽ MHC. അതായത് ആന്റിജൻ പ്രസന്റേഷന് കഴിവില്ല, നോ ആന്റിജൻ പ്രസന്റേഷൻ, നോ AP എന്ന് ഞാൻ ഇടുകയാണ്. നോ ആന്റിജൻ പ്രസന്റേഷൻ, ആന്റിജൻ പ്രസന്റേഷന് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ആളുകളാണ് നോൺ ക്ലാസിക്കൽ MHC. ക്ലിയർ ആയോ ഫ്രണ്ട്സ്? ഇത് നമ്മുടെ 1ന്റെയും 2ന്റെ കേസിൽ മാത്രമാണ് നമ്മളിത് പറയുന്നത്. 3ൽ ഇത് രണ്ടും ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു വാക്കേ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ ക്ലാസ് 1 MHC എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും ഡീൽ ചെയ്യുന്നത് എൻഡോജീനസ് ആയിട്ടുള്ള ആന്റിജനെയാണ്. ഞാൻ ആ വാക്ക് ഇവിടെ എഴുതാൻ പോവുകയാണ്. എൻഡോജീനസ് ആയിട്ടുള്ള ആന്റിജനെയാണ് ഇവരെപ്പോഴും ഡീൽ ചെയ്യാൻ പോകുന്നത്. എൻഡോജീനസ് ആന്റിജനെയാണ് ഇവരെപ്പോഴും ഡീൽ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ എന്താണ് എൻഡോജീനസ് ആന്റിജൻ? ഒരു സെല്ലിന്റെ അകത്ത് നിന്നാണ് ഈ ആന്റിജൻ പ്രോസസ് ചെയ്ത് സിന്തസൈസ് ചെയ്ത് വരുന്നത് എങ്കിൽ
അതിനെയാണ് എൻഡോജീനസ് ആന്റിജൻ എന്ന് പറയുന്നത്. ഒരു സെല്ലിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ആന്റിജനെ സിന്തസൈസ് ചെയ്ത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നു എൻഡോജീനസ് ആന്റിജൻ. അങ്ങനെയെങ്കിൽ ക്ലാസ് 2 MHC ഡീൽ ചെയ്യുന്നത് ആരായിരിക്കും? അത് തന്നെ എക്സോജീനസ് ആന്റിജൻ. എക്സോജീനസ് ആന്റിജൻ. അപ്പോ സുഹൃത്തുക്കളെ, എന്തായിരിക്കും എക്സോജീനസ് ആന്റിജൻ? നമ്മുടെ ഒരു സെല്ലിന്റെ പുറത്തു നിന്നുമാണ് ഈ ആന്റിജനെ കൊണ്ടുവരുന്നത് എങ്കിൽ അതാണ് എക്സോജീനസ് ആന്റിജൻ. നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ആന്റിജൻ ആണ് എൻഡോജീനസ് ആന്റിജൻ. സെല്ലിന്റെ പുറത്തു നിന്നും വരുന്ന എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ആന്റിജൻ ആണ് നമ്മുടെ എക്സോജീനസ് ആന്റിജൻ. സുഹൃത്തുക്കളെ, ക്ലാസ് 1 എപ്പോഴും എൻഡോജീനസ് ആന്റിജനെ ആയിരിക്കും കാഴ്ചവെക്കുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ക്ലാസ് 2 എന്ന് പറഞ്ഞാലോ അത് എക്സോജീനസ് ആന്റിജനെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ആർക്കാണ് പ്രസന്റ് ചെയ്യുന്നത്? ടി സെല്ലുകൾക്ക് പ്രസന്റ് ചെയ്യുന്നു. അപ്പോ ഒരു ചോദ്യം വരുന്നു, സുഹൃത്തുക്കളെ, ടി സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റോടോക്സിക് ടി സെല്ലുണ്ട്, ഹെൽപ്പർ ടി സെൽസും ഉണ്ട് അല്ലെ. ഇവന്മാരാരാണ് സൈറ്റോടോക്സിക്കിനെ കാഴ്ചവെക്കുന്നത്? ഇവന്മാരാരാണ് ഹെൽപ്പർ ടി സെൽസിനെ പ്രസന്റ് ചെയ്യുന്നത്? ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് പറയും? സുഹൃത്തുക്കളെ, ക്ലാസ് 1 എന്ന് പറയുന്ന കാറ്റഗറിക്കാരാണ്, MHC മോളിക്യൂൾ ആണ് സൈറ്റോടോക്സിക് ടി സെൽസിനെ ആന്റിജനെ കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന സൈറ്റോടോക്സിക് ടി സെൽസെ ആന്റിജനെ നോക്ക്, എന്റെ എൻഡോജീനസ് ആന്റിജനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ക്ലാസ് 1 മോളിക്യൂൾസ് ആർക്കാണ് കാഴ്ചവെക്കുന്നത്? സൈറ്റോടോക്സിക് ടി സെൽസിനാണ്. അതേസമയം ക്ലാസ് 2 MHC മോളിക്യൂൾ ഈ എക്സോജീനസ് ആന്റിജനെ കാണിച്ചു കൊടുക്കുന്ന ആർക്കാണ്? പ്രസന്റ് ചെയ്യുന്ന ആർക്കാണ്? അത് ഹെൽപ്പർ ടി സെൽസിനാണ് കേട്ടോ. ഹെൽപ്പർ ടി സെൽസിലാണ് ക്ലാസ് 2 MHC മോളിക്യൂൾസ് ആന്റിജനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ ഈ ഒരു ബേസിക് ഡിഫറൻസിയേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ അതിന്റെ വ്യക്തമായ ഡിഫറൻസിയേഷൻ കുറച്ച് കഴിഞ്ഞ് കാണാൻ പോവുകയാണ്. അപ്പൊ എൻഡോജീനസ് ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നവൻ ക്ലാസ് 1 MHC, എക്സോജീനസ് ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നവൻ ക്ലാസ് 2 MHC. പഠിച്ചല്ലോ, ക്ലിയർ ആയിട്ട് പഠിച്ചല്ലോ. നമ്മുടെ എക്സാമിന് ഉറപ്പാണ് കേട്ടോ, ചോദിച്ചിരിക്കും. നമ്മുടെ ക്ലാസ് 1 MHC ആർക്കാണ് ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നത്? സൈറ്റോടോക്സിക് ടി സെൽസിനാണ്. അതേസമയം ക്ലാസ് 2 MHC ആർക്കാണ് ആന്റിജനെ പ്രസന്റ് ചെയ്യുന്നത്? അത് ഹെൽപ്പർ ടി സെൽസ് ആണ്. സുഹൃത്തുക്കളെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൈറ്റോടോക്സിക് ടി സെൽസ് ആണ് ആക്ച്വലി സെല്ലുകളെ നശിപ്പിക്കുന്നത്. ഇൻഫെക്റ്റഡ് സെല്ലുകളെ നശിപ്പിക്കുന്നത് ആരാണ്? സൈറ്റോടോക്സിക് ടി സെൽസ് ആണ്. അതേസമയം ഹെൽപ്പർ ടി സെൽസ് എന്ന് പറയുന്നത് ആരാണ്? അവര് ഈ സൈറ്റോടോക്സിക് ടി സെൽസിനെയും മറ്റ് ബി സെൽസിനെയും ഒക്കെ വിളിച്ചു വരുത്തി ഇന്ന് നീ അറ്റാക്ക് ചെയ്തോ എന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഹെൽപ്പർ ടി സെൽസ് അല്ലെ. നേരിട്ടൊരുത്തൻ യുദ്ധം ചെയ്യുന്നവൻ സൈറ്റോടോക്സിക് ടി സെൽസ്, അതല്ല ഈ യുദ്ധം ചെയ്തവനെ വിളിച്ച് ഇന്ന് അടിച്ചോടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നവൻ ഹെൽപ്പർ ടി സെൽസ്. ക്ലിയർ ആയല്ലോ? സൈറ്റോടോക്സിക് ടി സെൽസും ഹെൽപ്പർ ടി സെൽസും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ നമ്മുടെ ഒരു ഇൻട്രോഡക്ടറി പാർട്ടാണ് നമ്മുടെ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സുമായിട്ട് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ക്ലാസ് 1 ക്ലാസ് 2 എന്ന് പറയുന്നതിന്റെ വ്യക്തമായ ഡിഫറൻസിയേഷനിലേക്ക് പോകാം. അപ്പൊ ഞാൻ അതിനെ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഒന്ന് ക്ലാസ് 1 MHC എന്നും 2 ക്ലാസ് 2 MHC എന്നും. ഓക്കെ, ക്ലാസ് 1 MHC, ക്ലാസ് 2 MHC. നമ്മൾ ക്ലാസ് 3യെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നല്ല. അത് നിങ്ങൾ ഓർത്തു വെച്ചോണം കേട്ടോ. സുഹൃത്തെ, ക്ലാസ് 1 ക്ലാസ് 2 നമ്മളെ ഡിവിഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിന്റെ അകത്തു നിന്നും ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് കടക്കുകയാണ്. ക്ലാസ് 1 എന്ന് പറയുന്നത് എപ്പോഴും ആർക്കാണ് കാഴ്ചവെച്ചു കൊടുക്കുന്നത്? സൈറ്റോടോക്സിക് ടി സെൽസിനാണ് പ്രസന്റ് ചെയ്യുന്നത്, സൈറ്റോടോക്സിക് ടി സെൽസ്. അതേസമയം ക്ലാസ് 2 എന്ന് പറയുന്നത് എപ്പോഴും ആർക്കാണ് ആളെ കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആന്റിജനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്? അത് ഹെൽപ്പർ ടി സെൽസിനാണ്, ഹെൽപ്പർ ടി സെൽസ്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്തൊരു പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ക്ലാസ് 1 MHC മോളിക്യൂൾസ് എന്ന് പറയുന്നത് എപ്പോഴും എൻഡോജീനസ് ആന്റിജനെയാണ്, AN എന്ന് ഞാൻ ഇടുകയാണ്, എൻഡോജീനസ് ആന്റിജനെയാണ് ക്ലാസ് 1 മോളിക്യൂൾസ് ഡീൽ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും എക്സോജീനസ് ആന്റിജനെയാണ് ആര് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ് 2 മോളിക്യൂൾസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ സുഹൃത്തുക്കളെ? നമ്മുടെ ഇത് എവിടെയാണ് ഇവരെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഈ ക്ലാസ് 1 ക്ലാസ് 2 ഒക്കെ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇപ്പൊ ക്ലാസ് 1 മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ലിംഫോസൈറ്റുകളിലൊക്കെ ഒരുപാടുള്ളവരാണ്. ലിംഫോസൈറ്റുകൾ
നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇത് എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റ്സിലൊക്കെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ്. ക്ലാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പ്രധാനമായിട്ട് നമ്മുടെ ഡെൻഡ്രിറ്റിക് സെൽസ്, മാക്രോഫേജസ്, ബി സെൽസ്, ഇവരെല്ലാവരും കാണുന്നു. ആക്ച്വലി ക്ലാസ് 1 എന്ന് പറയുന്നത് ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസിൽ ഉണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാറുണ്ട്. ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈവൻ ദോ അതിന് ഒരുപാട് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ക്ലാസ് 1 മോളിക്യൂൾസ് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലും ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം നമ്മുടെ ക്ലാസ് 2 മോളിക്യൂൾസ് അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ആന്റിജൻ പ്രസന്റിംഗ് സെല്ലുകളിലെല്ലാം നമ്മുടെ ക്ലാസ് 2 ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മുടെ ക്ലാസ് 2 എക്സ്പ്രസ് ചെയ്ത് കാണപ്പെടുന്ന ഒരു സെല്ലാണ് ഡെൻഡ്രിറ്റിക് സെൽസ്. ഫ്രണ്ട്സ്, ഡെൻഡ്രിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രൂ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. ഡെൻഡ്രിറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും നമ്മുടെ ക്ലാസ് 2 മോളിക്യൂൾസിനെ എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ ട്രൂ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രിറ്റിക് സെൽസ് ആണ്. മാക്രോഫേജും ബി സെൽസിനും ഒക്കെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എങ്കിൽ പോലും എപ്പോഴും എക്സ്പ്രസ്ഡ് ആയിട്ട് MHC2 മോളിക്യൂൾസ് എപ്പോഴും എക്സ്പ്രസ് ചെയ്ത് കാഴ്ചവെക്കുന്നത് ആരാണ്? ഡെൻഡ്രിറ്റിക് സെൽസ് ആണ്. ദേ ആർ ഹൈലി പൊട്ടന്റ്. അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. ഡെൻഡ്രിറ്റിക് സെൽസ് ആണ് കൂട്ടത്തിൽ ഏറ്റവും കേമൻ എന്നും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഓക്കെ ആണല്ലോ. സുഹൃത്ത്, ഇപ്പൊ ഈ ഡെൻഡ്രിറ്റിക് സെൽസ്, മാക്രോഫേജസ്, ബി സെൽസ്, ഇങ്ങനെ ഞാൻ 3 എക്സാമ്പിൾ എഴുതിയല്ലോ. ഇതിനെ 3നെയും കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് എന്ന് വിളിക്കാം. സുഹൃത്തെ, പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? പ്രൊഫഷണൽ APC എന്ന് പറഞ്ഞാൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. അതായത് ഇവർക്ക് ആരുടെ സഹായം ഇല്ലാതെ തന്നെ ഇവർക്ക് MHC മോളിക്യൂൾസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. ഡെൻഡ്രിറ്റിക് സെൽസ്, മാക്രോഫേജ്, ബി സെൽസ്, ഇതെല്ലാം പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആണ്. ഇതല്ലാതെ തന്നെ നോൺ പ്രൊഫഷണലും ഉണ്ട്. അതായത് പരസഹായം വേണം എന്നാലേ ഇവർക്ക് MHC2 മോളിക്യൂൾസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും എക്സ്റ്റേണൽ കോസ്റ്റിമുലേറ്ററി മോളിക്യൂൾസിന്റെ സഹായം ഉണ്ടെങ്കിലേ ചില APCകൾക്ക്, ആന്റിജൻ പ്രസന്റിംഗ് സെൽസിന് ആന്റിജനെ അല്ലെങ്കിൽ MHC മോളിക്യൂൾസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് നോൺ പ്രൊഫഷണൽ APC. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഫൈബ്രോബ്ലാസ്റ്റ്, ഗ്ലയൽ സെൽസ്, ഇവർക്കെല്ലാവർക്കും വേറെ എക്സ്ട്രാ സിഗ്നലുകളുടെയൊക്കെ ആവശ്യം ഉണ്ട്. എന്നാൽ മാത്രമേ അവര് MHC മോളിക്യൂൾസിനെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അപ്പോ പരസഹായം ഇല്ലാതെ തന്നെ MHC മോളിക്യൂൾസിനെ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. കോസ്റ്റിമുലേറ്ററി ആയിട്ടുള്ള സിഗ്നലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ MHC ഞാൻ എക്സ്പ്രസ് ചെയ്യൂ. അങ്ങനെ പറയുന്നവരാണ് നോൺ പ്രൊഫഷണൽ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്. പ്രൊഫഷണലിന്റെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസിന്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. വെരി ഇമ്പോർട്ടന്റ്. ഡെൻഡ്രിറ്റിക് സെൽസ്, മാക്രോഫേജസ്, ബി സെൽസ്. നോൺ പ്രൊഫഷണൽ ആണ് എങ്കിൽ ഗ്ലയൽ സെൽസ്, ഫൈബ്രോബ്ലാസ്റ്റ്, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള ആന്റിജൻ പ്രസന്റിംഗ് സെൽ ഏതാണ്? അത് നമ്മുടെ ഡെൻഡ്രിറ്റിക് സെല്ലാണ്. ഓർത്തു വെച്ചോളുക. ക്ലിയർ? അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻസിയേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ MHC മോളിക്യൂൾസിനെ ഞാനൊന്ന് വരയ്ക്കുക. നമ്മുടെ ക്ലാസ് 1 MHC എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ ആ ലിംഫോസൈറ്റിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഞാൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ആ ലിംഫോസൈറ്റിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഞാൻ ഇങ്ങനെ ഇവിടെ വരച്ചിരിക്കുക. ക്ലാസ് 1 ആണ് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം കേട്ടോ. ക്ലാസ് 1 ആണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കാൻ പോകുന്നത്. ക്ലാസ് 1ന്റെ ഒരു പ്രത്യേകത, ഇതൊരു സിംഗിൾ ചെയിൻ ആണുള്ളത്. ക്ലാസ് 1ന് ഒരു സിംഗിൾ ചെയിൻ ആണ് ക്ലാസ് 1 കോഡ് ചെയ്യുന്നത്. ആ ചെയിനിന് 3 ഡൊമൈനുകൾ ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ. ഇത് എക്സ്ട്രാ സെല്ലുലാർ ആണ്. ഇത് അകത്ത് സൈറ്റോസോൾ ആണ് കേട്ടോ. അകത്ത് സൈറ്റോസോൾ ആണ്, പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്ലാസ് 1 MHCയുടെ ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണ്. ക്ലാസ് 1 MHC എന്ന് പറഞ്ഞാൽ താഴേക്ക് ഒരു സൈറ്റോസോളിക് ഡൊമൈൻ ഉണ്ട്. ഇവിടെ ഒരു ഡൊമൈൻ, ഇവിടെ ഒരു ഡൊമൈൻ, ഇവിടെ ഒരു ഡൊമൈൻ. സുഹൃത്തുക്കളെ, ഒരൊറ്റ ചെയിനിലാണ് ഈ 3 ഡൊമൈനുകളും വന്നിരിക്കുന്നത്. ആ ഡൊമൈനുകളെ ഞാൻ പേര് വിളിക്കാൻ പോവുകയാണ്. ഇത് ആൽഫ 1, ഇത് ആൽഫ 2, ഇത് ആൽഫ 3. ഇങ്ങനെ ഒരൊറ്റ ചെയിനിൽ തന്നെ 3 എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉള്ള ആളുകളാണ് നമ്മുടെ MHC മോളിക്യൂൾ, MHC1 എന്ന് പറയുന്ന ക്ലാസ്. അതേസമയം MHC2 എന്ന് പറയുന്നതിനെ നമുക്ക് നോക്കിയാലോ. അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. MHC മോളിക്യൂൾസിന് ഈ ഒരു സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് മാത്രം ആന്റിജനെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേറൊരു ചെയിനിന്റെയും കൂടെ സഹായം വേണം. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. MHC1
ക്ലാസ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഒരാളുടെ സഹായം കൂടി വേണം. ആ ആളെ നമ്മൾ വിളിക്കുന്നതാണ് β2m അല്ലെങ്കിൽ β2 മൈക്രോഗ്ലോബുലിൻ. β2 മൈക്രോഗ്ലോബുലിൻ എന്ന് പറയുന്ന മറ്റൊരു ചെയിനും കൂടെ ഇതിൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്ലാസ് 1 മോളിക്യൂൾസിന് നമ്മുടെ ആന്റിജനെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. MHC ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ സിംഗിൾ ചെയിൻ ആണ് ഉള്ളത്. പക്ഷേ അഡീഷണലി മറ്റൊരു ചെയിനും കൂടി ഇവർക്ക് ആവശ്യമാണ് ആന്റിജനെ പ്രസന്റ് ചെയ്യാൻ. അതിനെ നമ്മൾ വിളിക്കുന്നത് ഏതാണ്? β2 മൈക്രോഗ്ലോബുലിൻ. β2 മൈക്രോഗ്ലോബുലിൻ B2M എന്ന് വിളിക്കുന്നു. ഇവനും കൂടെ ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് ആന്റിജനെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്കൊരു സംശയം, നമ്മളെ ക്രോമസോം 6 തന്നെയാണോ ഈ β2m കോഡ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. സുഹൃത്തുക്കളെ, β2m എന്ന് പറയുന്ന അല്ലെങ്കിൽ β2 മൈക്രോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഈ ചെയിനിനെ കോഡ് ചെയ്യുന്നത് ക്രോമോസോം 15 ആണ്. പഠിച്ചു വെച്ചോണം, ക്രോമോസോം 15 ആണ് ഈ ഒരു ചെയിനിനെ കോഡ് ചെയ്യുന്നത്. ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ക്രോമോസോം 6 നിന്നാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ക്ലാസ് 1 അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന β2 മൈക്രോഗ്ലോബുലിൻ മാത്രം ക്രോമോസോം 15 നിന്നാണ് വരുന്നത്. പഠിച്ചു വെച്ചോളുക. ഓക്കെ, അങ്ങനെയെങ്കിൽ MHC2 കേസ് എന്താണ്? 2 ചെയിനുകൾ ചേർന്നാണ് MHC2 നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. 2 ചെയിനുകൾ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആണ് 2 ചെയിനുകൾ ചേർന്നാണ് MHC2 നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ഡൊമൈനുകൾ നമുക്കൊന്ന് വരച്ചാലോ? ഒരെണ്ണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, മറ്റൊരെണ്ണം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനും 4 ഡൊമൈനുകൾ ഉണ്ട്. ഇവിടെ കാണുന്നത് പോലെ 4 ഭാഗങ്ങൾ തന്നെയാണ് അതിനുമുള്ളത്. പക്ഷെ പ്രത്യേകത 2 സെപ്പറേറ്റ് ചെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒറ്റ ചെയിനും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പോളിപെപ്റ്റൈഡുമാണ്. ഇവിടെ 2 സെപ്പറേറ്റ് ചെയിനുകളാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇത് α1, ഇത് α2, ഇത് β1, ഇത് β2. അതാണ് ഈ ചെയിനുകളുടെ പ്രത്യേകത. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അപ്പോ നമ്മുടെ ക്ലാസ് 1 MHCക്ക് സിംഗിൾ ചെയിൻ ആണ്. പക്ഷേ അതിനെ β2 മൈക്രോഗ്ലോബുലിൻ എന്ന് പറയുന്ന ക്രോമോസോം 15 നിന്ന് കോഡ് ചെയ്യുന്ന ഒരു ചെയിൻ വളരെ അത്യാവശ്യമാണ്. ക്ലാസ് 2 എന്ന് പറയുന്നതിന് 2 ചെയിൻ ആണുള്ളത്. പക്ഷേ അത് ഒരെണ്ണം ആൽഫ ചെയിൻ, ഒരെണ്ണം ബീറ്റ ചെയിൻ. നേരത്തെ ആൽഫ ചെയിൻ മാത്രമേ ഉള്ളൂ, പ്ലസ് എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ചെയിൻ. ഇവിടെ 2 ചെയിൻ ഉണ്ട്. ഓരോ ചെയിനിലും ഈ 2 ഡൊമൈനുകൾ വെച്ചിട്ടാണ് എന്നും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളുക. ഇനി ഒരു കാര്യം, എവിടെയാണ് സുഹൃത്തുക്കളെ ഇവിടെ ആന്റിജനെ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പൊസിഷൻ എവിടെയാണ്? ആന്റിജൻ വന്ന് ഇവിടെ എവിടെ ഇരുന്നാലാണ് ഇവനെ ഫിക്സ് ചെയ്യുന്നത്? സുഹൃത്തുക്കളെ, ഇവിടുത്തെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ കാണുന്ന മേഖലയുണ്ടല്ലോ, ഈ കാണുന്ന മേഖല, ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഇവിടെയാണ് നമ്മുടെ ആന്റിജൻ വന്ന് ഫിക്സ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവൻ മറ്റൊരു സെല്ലിലേക്ക്, T സെല്ലിലേക്ക് ഇവനെ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ T സെല്ല് ഡയറക്റ്റ് T സെല്ലിന് ഒരു റിസപ്റ്റർ ഉണ്ടാകും. ഇപ്പൊ ഞാൻ അതിനെ വളരെ ലൈറ്റ് ആയിട്ട് വരികയാണ് കേട്ടോ. ഇപ്പൊ ഇതാണ് നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ നമ്മുടെ MHC മോളിക്യൂൾസ് ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കും. ഞാൻ ഇതിനെ ഈ ഒരു രീതിയിൽ വരച്ചു, ഒരു റിസപ്റ്റർ പോലെ അല്ലെങ്കിൽ ഒരു പ്രസന്റിംഗ് സെല്ല് പോലെ ഞാൻ വരച്ചു. ഓക്കെ, ഇവിടെ നമ്മുടെ ആന്റിജൻ ഉണ്ട് എന്നിരിക്കട്ടെ, നമ്മുടെ T സെൽ എന്ന് പറയുന്നവന്റെ ഇവിടെ കിടക്കുകയാണ്. T സെൽ എന്ന് പറയുന്നവൻ ഇവിടെ കിടക്കുക. ഈ T സെല്ലിന് വേണം ഇവൻ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെ? T സെല്ലിന് സ്വാഭാവികമായിട്ടും ആരുണ്ടാകും? T സെല്ലിന് റിസപ്റ്റർ ഉണ്ടാകും. ആ റിസപ്റ്ററിലേക്കാണ് ഇവനെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെ? T സെല്ലിന് ഒരു റിസപ്റ്റർ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ T സെൽ റിസപ്റ്റർ, TCR എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ റിസപ്റ്റർ ഡയറക്റ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഇച്ചിരി പാടാണ്. അതിന് സഹായിക്കാൻ വേണ്ടി വേറൊരു കോ റിസപ്റ്ററും കൂടിയുണ്ട്. ഇങ്ങനെ വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് പകരം ഒരു എക്സ്ട്രാ സപ്പോർട്ട് എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ ഒരു കോ റിസപ്റ്ററും കൂടി ഇതിൽ വന്ന് അറ്റാച്ച്ഡ് ആയിട്ട് കാണും. സുഹൃത്തുക്കളെ, ഈ കോ റിസപ്റ്ററിന്റെ പേരിലും ഈ 2 ക്ലാസ്സസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കോ റിസപ്റ്ററിനെ നമ്മൾ CD എന്ന വാക്കിലാണ് വിളിക്കുന്നത്. CD. സുഹൃത്തുക്കളെ, CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ. നമ്മുടെ എക്സാമിനെ ഒരിക്കൽ ഇത് എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. CD എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ.
സുഹൃത്തുക്കളെ CD എന്ന് പറഞ്ഞാൽ they are basically glycoproteins. They are basically glycoproteins. എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് സഹായിക്കുന്നവരാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഈ CD അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ പഠിച്ചോണം, പ്രീവിയസ് ഇയർ ചോദ്യമാണ് CDയുടെ എക്സ്പാൻഷൻ. ഈ ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പേരിലാണ് ഈ കോഡ് റിസപ്റ്ററിനെ നമ്മൾ വിളിക്കുന്നത്. എന്തിനാണ് കോഡ് റിസപ്റ്റർ? ഒരു എക്സ്ട്രാ ഒരു പിടിവള്ളി, ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട്, അതിനെയാണ് ഈ കോഡ് റിസപ്റ്ററിന്റെ ഉദ്ദേശം. ഈ നോർമൽ റിസപ്റ്ററിന് പകരം ഒരു എക്സ്ട്രാ ആയിട്ടുള്ള കോഡ് റിസപ്റ്ററും കൂടി ആ ബൈൻഡിങ്ങിന് സഹായിക്കുന്നു. ഈ കോഡ് റിസപ്റ്റേഴ്സ് വ്യത്യാസമാണ്, നിങ്ങൾ ഓർത്തോണം. അതായത് സൈറ്റോടോക്സിക് ടി സെൽസിലെ CD8 എന്ന് പറയുന്ന കോഡ് റിസപ്റ്ററിലാണ് നമ്മുടെ ക്ലാസ് 1 മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് എങ്കിൽ ഹെൽപ്പർ ടി സെൽസിലെ CD4 എന്ന് പറയുന്ന ആ കോഡ് ട്രാൻസ്പോർട്ടറിലാണ് നമ്മുടെ ക്ലാസ് 2 MHC വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, CD8 CD4 എന്നൊക്കെ പറയുന്നത് എന്താണ്? കോഡ് ട്രാൻസ്പോർട്ടർ അല്ല, കോഡ് റിസപ്റ്റർ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞതുപോലെ തോന്നി. കോഡ് റിസപ്റ്റേഴ്സ് ആണ്. കോഡ് റിസപ്റ്റേഴ്സ് അതായത് ഒറിജിനൽ റിസപ്റ്റർ വേണ്ട കിടക്കുന്നു, ഇത് കോഡ് റിസപ്റ്റർ ആണ്. ഓക്കെ, എക്സ്ട്രാ ആയിട്ടൊരു സപ്പോർട്ട്. അപ്പൊ ഇതും നിങ്ങൾ പഠിച്ചു വെച്ചോണം, വെരി ഇമ്പോർട്ടന്റ്. സൈറ്റോടോക്സിക് ടി സെൽസിലെ CD8 നമ്മുടെ MHC ക്ലാസ് 1 വന്ന് ബൈൻഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഹെൽപ്പർ ടി സെൽസിലെ CD4 ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ് 2 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സിഡിയുടെ ഫുൾ ഫോം എന്താണ്? ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ. എന്താണിത്? ഇതൊരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. എക്സ്ട്രാ സെല്ലുലാർ അറ്റാച്ച്മെന്റിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഓർത്തു വെച്ചോളുക. അപ്പോൾ സംശയം വരും, ഈ പറയുന്ന ഭാഗത്ത് എവിടെയാണ് ഈ കോഡ് ട്രാൻസ്പോർട്ടർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്? ഈ CD4 CD8 ഒക്കെ MHC മോളിക്യൂൾസിന്റെ ഏത് ഡൊമൈനിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? അത് നമുക്ക് പഠിക്കണം. സുഹൃത്തുക്കളെ, MHC1 ആൽഫ 3 നമ്മുടെ CD8 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ടി സെൽസിലെ CD8 എന്ന് പറയുന്നവൻ നമ്മുടെ ഈ ആന്റിജൻ പ്രസന്റിംഗ് സെൽസിലെ MHC മോളിക്യൂളിലെ ആൽഫ 3 ഡൊമൈനിലാണ് ഈ കോഡ് ട്രാൻസ്പോർട്ടർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അത് പഠിച്ചോണം കേട്ടോ. ആൽഫ 3 ഈ കോഡ് ട്രാൻസ്പോർട്ടർ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആൽഫ 3 ഈ CD8 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആൽഫ 3 എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈന് മാത്രമാണ്. പ്രോട്ടീനെ വളച്ച് ഒരു ഡൊമൈൻ ആക്കി വെച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇനി ഇവിടുത്തെ കേസിൽ എവിടെയായിരിക്കും? അതിന്റെ പോലെ തന്നെ ഇവിടെ നോക്കൂ, β2 എന്ന് പറയുന്ന ഭാഗമില്ലേ? ക്ലാസ് 2 മോളിക്യൂൾസിലെ β2 എന്ന് പറയുന്നതിലാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ CD4 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ CD4 എന്ന് പറയുന്ന കോഡ് റിസപ്റ്റർ വന്ന് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ β2 ഡൊമൈനിലാണ്. മറന്നു പോകണ്ട, β2 ഡൊമൈനിലാണ് എന്നുള്ളത് മറന്നു പോകണ്ട. ക്ലിയർ ആയോ ഫ്രണ്ട്സ്? ഓക്കെ ആണോ? അപ്പൊ ക്ലാസ് 1 ക്ലാസ് 2 തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. CD എന്നൊക്കെ നമ്മൾ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു പോകുന്ന പോയിന്റ് ആണ്, അതൊക്കെ നമ്മുടെ എക്സാമിന് കയറി ചോദിക്കും. CD ഒക്കെ ഫുൾ ഫോം നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതാണ്, പക്ഷെ അത് നമ്മുടെ എക്സാമിന് കയറി ചോദിച്ചു വരിക. അപ്പൊ CD ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ എന്താണ്? CD4 CD8 എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് അതാത് ടി സെല്ലുകളിലുള്ള ചില ഗ്ലൈക്കോ പ്രോട്ടീനുകൾ കോഡ് റിസപ്റ്റർ ആയിട്ട്, ഞാൻ എപ്പോഴും കോഡ് ട്രാൻസ്പോർട്ടർ എന്നാണ് പറയുന്നത്, കോഡ് റിസപ്റ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ചില ഗ്ലൈക്കോ പ്രോട്ടീനുകളാണ് ക്ലസ്റ്റർ ഓഫ് ഡിഫറൻസിയേഷൻ. ഹെൽപ്പർ ടി സെൽസിലെ CD4 എന്ന് പറയുന്ന കോഡ് ട്രാൻസ്പോർട്ടർ ആണ് ക്ലാസ് 2 ആയിട്ട് ബൈൻഡ് ചെയ്തതെങ്കിൽ നമ്മുടെ സൈറ്റോടോക്സിക് ടി സെൽസിലെ CD8 എന്ന് പറയുന്ന കോഡ് ട്രാൻസ്പോർട്ടർ ആണ് നമ്മുടെ MHC1 ബൈൻഡ് ചെയ്തത്. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോണം. നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഇതിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ജനറ്റിക്കലി പോളിമോർഫിസം ഉള്ള ആളുകളാണ്, ഹാപ്ലോ ടൈപ്പ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. കോഡോമിനൻസ് ഉള്ള ആളുകളാണ്. അതൊക്കെ നമ്മൾ വിശാലമായിട്ട് കണ്ടു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ക്ലാസ് 1 ക്ലാസ് 2 തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ സെഗ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. MHC ആണ് നമ്മൾ കണ്ടത്. പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുക. ഇതിനേക്കാളൊരു സിംപ്ലിഫിക്കേഷൻ ഇല്ല. ഇത് അത്ര സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ പോയിന്റുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അകത്തുനിന്ന് ഒരു മാർക്ക് കിട്ടും. ക്ലിയർ ആണോ ഫ്രണ്ട്സ്? സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ, കമന്റുകൾ, ഷെയറുകൾ ഒക്കെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മറ്റൊരു ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.